അസ്സലാമു അലൈക്കും. 2023 ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ റീഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. 2023 ഹജ്ജിന് പോയ ആളുകൾക്കുള്ള റീഫണ്ട് പ്രോസസ്സ് തുടങ്ങിയതിൻ്റെ ഭാഗമായി അവരുടെ അക്കൗണ്ടിലേക്ക് ₹1 ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ അയച്ചിരുന്നു. ഇപ്പോൾ പല ആളുകൾക്കും മൊബൈലിലേക്ക് ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി 2023 ഹജ്ജിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും എന്ത് റീഫണ്ട് ഉണ്ടെങ്കിലും വരുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഹജ്ജ് കമ്മിറ്റി ഇങ്ങനെ ₹1 അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. പല ആളുകൾക്കും ഇപ്പോഴും ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഹജ്ജ് കമ്മിറ്റിയുടെ ഇങ്ങനെയുള്ള മെസ്സേജൊന്നും മൊബൈലിലേക്ക് SMS ആയി വരാത്ത ഹാജിമാർ അവരുടെ പഴയ അക്കൗണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ അത് പ്രവർത്തനക്ഷമം അല്ല എങ്കിൽ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ലെറ്റർ ഒരു പുതിയ അക്കൗണ്ടിൻ്റെ ചെക്ക് ലീഫോട് കൂടി complaints.kshc@gmail.com എന്ന അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യണം എന്നാണ് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അവർ പഴയ അക്കൗണ്ടിൻ്റെ സ്ഥാനത്ത് പുതിയ അക്കൗണ്ട് പരിഷ്കരിച്ച് അതിലേക്ക് അവരുടെ റീഫണ്ട് തുക അയക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഹജ്ജ് കമ്മിറ്റി ഓരോ വർഷവും അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഹജ്ജ് കമ്മിറ്റിയുടെ ഗൈഡ് ലൈൻസിൽ പ്രത്യേകം പറയുന്നത് കവർ ഹെഡിൻ്റെ നാട്ടിലുള്ള IFSC കോഡുള്ള ആക്റ്റീവായ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കണം എന്നാണ്. എന്നാൽ ചില ആളുകളെങ്കിലും മറ്റുള്ളവരുടെ അക്കൗണ്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള അക്കൗണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള റീഫണ്ട് ലഭിക്കുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ഓർമ്മിക്കണം. ഓക്കെ, താങ്ക് യു.